ഞങ്ങൾ പൈസ ഒക്കെ എണ്ണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാലൻ അന്ധകാരം വിജയിക്കട്ടെ. സമയമാകുമ്പോൾ നാം ആഗതനാവുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിൽകുമാർ. ഇന്ന് തിരുവാതിരയോടനുബന്ധിച്ചുള്ള ചോഴിയുടെ ആഘോഷമായിട്ട് ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം, എപ്പിസോഡിലേക്ക് പോവാം. വിശേഷത്തെ കുറിച്ചൊന്ന് പറയാമോ? ചോഴി മരിയെത്തുന്ന ചോഴി പുറപ്പെടും. നമ്മൾ പിന്നെ മരമലയുടെ മുമ്പിൽ നിന്നാണ് പുറപ്പെടാറ്. എല്ലാവരും പുറപ്പെട്ട് എല്ലാ വീടുകളും ദേശത്തെ എല്ലാ വീടും കയറി ഇറങ്ങി അത് വന്നാൽ വെളിച്ചാവാൻ കാലമാവും വീട് ഇവിടെ എത്തുമ്പോൾ. എന്നിട്ട് ഈ മനയുടെ അവിടെ വന്നിട്ട് തന്നെ പിരിയാറ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് അത് നിന്നുപോയി. അത് വീണ്ടും പുനരാരംഭിക്കാൻ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ പിള്ളേര് സന്തോഷപ്പെട്ടായി വന്നുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ ഇറങ്ങിയിരിക്കണല്ലേ? അങ്ങനെ പേടിക്കണ്ട. എന്താ പറയുക, നമ്മുടെ വാഴന്റെ ഈ ഉണങ്ങിയ ഇല വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ചോഴി കെട്ടി വരുന്നത്. ഇറങ്ങിയിരിക്കുന്നത് ചോഴിയായിട്ട് ഇറങ്ങിയിരിക്കണേ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? നമസ്കാരം. നമുക്ക് തിരുവാതിരയുടെ ഐതിഹ്യത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഒന്ന് പറയാമോ? നമ്മൾ ഈ ശിവന്റെ ഭൂതഗണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുവാതിരയോടനുബന്ധിച്ചിട്ടാണ് ഈ ചോഴി ആയിട്ട് മുന്നോട്ട് പോയിരുന്നത്. കാലങ്ങളായി നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും ഭാഗമായി കൊണ്ടുവരുന്നിരുന്ന ചോഴി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാന്തരമായി. ശരിയാണ്. കുറച്ചു കാലങ്ങളായി ഈ കൊറോണയും മറ്റുമായി പ്രളയമൊക്കെ വന്നതോടുകൂടി ഇവിടെ നിന്ന് വിസ്മരിക്കപ്പെട്ട നിലയിലായി. അപ്പോൾ തീർച്ചയായിട്ടും ആ ആചാരത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ വരും തലമുറയ്ക്ക് ഇത് കൊണ്ടു നടക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഈ കൊല്ലം നമ്മൾ ഈ ചോഴിയെ രംഗപ്രവേശനം ചെയ്യുകയാണ്. വളരെ മനോഹരമായിരിക്കും. ഓക്കെ താങ്ക് യു. അപ്പോൾ വാഴന്റെ ഇല വെച്ചിട്ട് നമ്മൾ ചോഴി കെട്ടുന്ന രംഗമാണ് ഇനി കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ബാലേട്ടൻ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ കെട്ടിയിട്ട് കൂട്ടം കൂടി കെട്ടിയിട്ട് ലാസ്റ്റ് ചോഴി കെട്ടാൻ വരുന്ന ആളുടെ തലയിൽ വെച്ച് ദേഹത്ത് വെച്ച് കൂട്ടി കെട്ടുകയാണ് ചെയ്യുക. കൂട്ടം കൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായി കെട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം കെട്ടാളാണ്ടോ. അപ്പോൾ ഒരു കുട്ടി ഇതാ ഏകദേശം വേഷം കെട്ടിയിരിക്കുകയാണ്. ചോഴിയുടെ വേഷം കെട്ടിയിരിക്കുകയാണ്. ചോഴി കെട്ടുകയാണ്, ചോഴിയുടെ വേഷം കെട്ടുകയാണ്. ാണ് വെളിച്ചപ്പാടിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രവിയേട്ടനാണ് വെളിച്ചപ്പാടിന്റെ വേഷം കെട്ടുന്നത്. അപ്പൊ ചോഴി കാണാൻ വന്നിരിക്കുകയാണോ? ഓക്കെ പ്രശാന്തേട്ടനുണ്ട്. ഓക്കെയാണ്. തിരുവാതിരയായിട്ട്
നമ്മള് ചെറുപ്പക്കാരെല്ലാവരും ഈ ഒരു ചോഴി ഒരു നാട്ടിലൊരു ആഘോഷം അതിലുപരി നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ തിരുവാതിരയോടനുബന്ധിച്ച് ചോഴി കെട്ടല്. അപ്പൊ അതിന് നല്ല ചെറുപ്പക്കാരൊക്കെ ഇറങ്ങിയിരുന്നു വളരെയധികം സന്തോഷം. അപ്പൊ എന്താണ് പറയാനുള്ളത്? ചോഴി കെട്ടുമ്പോ എന്താ പറയാനുള്ളത്? കാശൊക്കെ എല്ലാവരും നന്നായി തന്ന് ഞങ്ങളത് സഹകരിക്കുക. അതന്നെ ദിലീപാണ് ഒരു ചോഴി. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? അടിപൊളിയല്ലേ? അടിപൊളി വൈബ്. ഓക്കെ സെൽഫി എടുത്ത ആൾക്കാരാണ് മുത്തശ്ശിയുടെ വേഷം കെട്ടിയിരിക്കുകയാണ്. കാലന്റെ ഒപ്പമുള്ള മുത്തശ്ശി വെളിച്ചപ്പാടുണ്ട്, എല്ലാവരും ഉണ്ട്. ഗൈസ് മുത്തശ്ശിയാണത്. എന്തായിരിക്കും അല്ലേ? ഓക്കെ, അടിച്ചു പൊളിക്കല്ലേ? അപ്പോൾ അദ്ദേഹത്തെ ചോഴി കെട്ടിക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഭിപ്രായം? പഴം പുഴുങ്ങിയ പോലെ ഉണ്ട്. പഴം പുഴുങ്ങാൻ പറ്റ പോലെ. ഓക്കെ. വാഴന്റെ ഇല തയ്യാണ്ട് വന്നപ്പോ പെട്ടെന്ന് സംഘടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. കണ്ണേട്ടൻ അങ്ങനെ ചോയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. കണ്ണേട്ടൻ ചോയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കത്തിലാണ്. ഡാൻസും ഉണ്ട്.
യെസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിപാടി തുടങ്ങിയത് എവിടെയാണോ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ചോഴി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റേതായ എല്ലാ വേസ്റ്റുകളും ഇതാണ്ട് ചപ്പുചവറുകൾ കൂടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കത്തിക്കാൻ പോവുകയാണ് ഞങ്ങൾ. വർഷം ഇതോടെ ഗംഭീരമാക്കും, ഇതിനൊക്കെ കൂടുതൽ ഗംഭീരമാക്കും, കൂടുതൽ ഗംഭീരമാക്കാം. ഇന്നിപ്പോ ആദ്യമായിട്ട് ആരംഭിച്ചതാണ്, പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ ഇതിനൊക്കെ ഗംഭീരമാക്കും. തിരിച്ചു വരുമ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തീരാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഞങ്ങളിവിടെ ഞങ്ങൾക്ക് കിട്ടിയ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് എല്ലാവരും കൂടി എണ്ണാണ്. ഒരാൾ 50, ഒരാൾ 100 തരും. ഞങ്ങൾ പൈസ ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്റെ വണ്ടിക്ക് 200 രൂപയ്ക്ക് എണ്ണടിക്കാൻ തരട്ടോ. നാളെ പെട്രോൾ ഉണ്ടില്ലേ? അതിന് 10 നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പുന്നാരോട് പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. അതിനെന്താ ഇത്ര ക്യാമേ